ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ എന്നെ വെറുക്കേണ്ടതല്ലേ? ഇത്രയും കാലം നിങ്ങളെയൊക്കെ പറ്റിച്ചവളല്ലേ ഞാൻ? കളരിക്കൽ കുടുംബത്തിന്റെ ആചാരങ്ങൾ പോലും മോഷ്ടിച്ചെടുക്കുന്നത് പോലെ എടുത്തവളല്ലേ ഞാൻ? എന്നിട്ടും എന്തിനാ വീണ്ടും വീണ്ടും? മോളെ, എന്താ അമ്മേ? ഇതെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് എപ്പോഴും ചിന്തിക്കുന്നേ? ഈ ചിന്തയാ പ്രശ്നം. പണ്ടത്തെ കാലത്തെ തറവാട്ടുകളിലൊക്കെ പെൺകുട്ടികൾ എവിടെയെങ്കിലും ചിന്തിച്ചു നിൽക്കുന്നതേ അമ്മമാരുടെയോ മുത്തശ്ശിമാരുടെയോ കണ്ണിൽ പെട്ടാ പിന്നെ പുറം പൊളിയുന്ന രീതിയിലുള്ള അടിയാ. അമ്മ എന്നെ തല്ലം വന്നതാണോ? അതിനിത് പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അതെന്തിനാ അവരങ്ങനെ തല്ലിയിരുന്നെന്നറിയോ? അന്നത്തെ കാലത്ത് പുരുഷന്മാരെ നേരിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ഒന്നും പെൺകുട്ടികൾക്ക് വിധിച്ചിട്ടില്ലല്ലോ. അപ്പോ അങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികളുടെ മനസ്സില് ആവശ്യമില്ലാത്ത ചിന്തകൾ കേറി വരും എന്ന് പറഞ്ഞിട്ടാ ഈ തല്ല്. അന്നത്തെ കാലം വല്ലതും ആണോ ഇപ്പോ? നിങ്ങൾ ആണേതാ പെണ്ണേതാന്ന വ്യത്യാസമില്ലാതെ ഒന്നിച്ച് നടക്കുന്നു, ഒരുമിച്ച് പോയി ചായ കുടിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു. അമ്മ എങ്ങനെയായിരുന്നു? തല്ലുകൊണ്ടിട്ടുണ്ടോ? ഏയ്, എന്നെ എങ്ങനെ ആരും തല്ലിയിട്ടൊന്നുമില്ല. തറവാട്ടില് ഞാനല്ലാതെ വേറെ പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നെ എല്ലാവരും പുന്നാരിച്ചല്ലേ നോക്കിയിരുന്നത്. അതിനിടയിൽ തല്ലാൻ എവിടുന്നാ നേരം? ആ, മോള് തലയിൽ എണ്ണ ഇടാറില്ലേ? എപ്പോഴൊന്നുമില്ല. അതെങ്ങനെയാ ഇല്ലാന്ന് പറയുന്നേ? എന്നും മുടിയിൽ എണ്ണ പുരട്ടിയിരുന്നത് അമ്മ കണ്ടിരുന്നതല്ലേ? ഓ, അത് പിന്നെ അന്നെനിക്ക് വ്രതമായിരുന്നില്ലേ? വ്രതം ആയാലും ഇല്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസത്തിനുള്ളില് ഒരിക്കലെങ്കിലും എണ്ണ വച്ചൊന്ന് കുളിക്കണം. അത് നല്ലതാ. മുടിയും കാലാകാലത്തിന് നിൽക്കും, നന്നായിട്ട് ഉറക്കവും കിട്ടും. ഇവിടെ വന്നിരിക്കേ, അമ്മ മോൾക്ക് എണ്ണ വെച്ചുതരാം. ഇപ്പൊ വേണോ? ഇതിനങ്ങനെ നാളെ മുഹൂർത്തം ഒന്നും നോക്കാറില്ല കുട്ടി. ഇവിടെ വന്നിരിക്കേ. ശരി. ഇപ്പൊ എന്ത് നല്ല കുട്ടിയായിട്ടാ എന്റെ മുമ്പിലിരിക്കുന്നേ. ഇതുപോലെ പേടിക്കാതിരിക്കാനല്ലേ ഇവിടെ ഇപ്പൊ എല്ലാവരും മോളോട് പറയുന്നത്. ഞാൻ ശ്രമിക്കാം. ആ അതെ, കുറച്ച് കഴിഞ്ഞിട്ട് പോയി കുളിച്ചു. എന്നിട്ട് നമുക്ക് നാഗത്തറയിൽ പോയി തിരി വെച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിലുള്ള പേടിയൊക്കെ അങ്ങനെ അങ്ങ് മാറും. അങ്ങോട്ട് പോവാനേ എനിക്ക് പേടിയാ. എന്തു പേടി? അന്ന് ദിവ്യനാഗം വന്ന് മോളെ ചുറ്റി വരിഞ്ഞ് മുഖത്തോട് മുഖം നോക്കി നിന്നതല്ലേ? എന്നിട്ടൊന്നും സംഭവിച്ചില്ല. പിന്നല്ലേ, നമ്മുടെ നാഗത്തറയിലെ നമ്മുടെ ദൈവങ്ങളല്ലേ, മോളെ ഒന്നും ചെയ്യില്ല. എന്നാ കുളിച്ചിട്ട് പോവാല്ലോ നമുക്ക്. അതുകൊണ്ട് എന്റെ മനസ്സിലെ പേടി മാറുമെങ്കിൽ ഞാൻ വരാം. ഡേ, ഇപ്പോഴത്തെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതങ്ങ് തുടർന്നാ മതി എന്റെ കുട്ടി. അപ്പൊ പിന്നെ ദൈവങ്ങൾക്ക് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ കുട്ടിയുടെ പേടിയൊക്കെ മാറും. അമ്മയും കൂടെ വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നടന്ന് കാല് തടഞ്ഞു. അടുത്ത ജംഗ്ഷനിൽ നമുക്ക് ഓട്ടോ വിളിച്ചു പോവാം മോളെ. ശരി. അയ്യോ, നവീന്റെ അച്ഛനാ. ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എന്താ ചെയ്യാ? അവരെല്ലാം നിന്നെ മോളെ പോലെ കണ്ടിരുന്നതല്ലേ. എന്തായാലും നീ ഫോൺ എടുത്ത് സംസാരിക്കും മോളെ. ഞാൻ എന്ത് പറയാനാ ഗോപാലൻ മാമ? അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ എനിക്കറിയാം. അതിനൊന്നും അല്ല വിളിക്കുന്നെങ്കിലോ ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ. മോളെ, ഞാൻ നന്ദഗോപാല. അച്ഛാ, എന്താ? കുറച്ചു നേരമായി മോളെ വിളിച്ചോണ്ടിരിക്കുന്നു. മുത്തശ്ശിക്ക് പറയാനുള്ളത് മോളൊന്ന് കേൾക്കണം. പറഞ്ഞോളൂ. അമ്മ നേരിട്ട് വന്ന് മോളോട് പറഞ്ഞ കാര്യ നവീന്റെ ജീവിതത്തിലേക്ക് മോള് തിരിച്ചു വരാൻ. അതിന്റെ മറുപടി ഞാൻ അപ്പത്തന്നെ മുത്തശ്ശിയോട് പറഞ്ഞതാണല്ലോ. പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല മോളെ വേണ്ടത്. നിന്നെയും നവീനെയും ഒരുമിച്ച് ചേർത്തത് നാഗദൈവങ്ങളല്ലേ?
വ്രതങ്ങൾക്ക് ശേഷം നാഗദൈവങ്ങൾ കളരിക്ക കുടുംബത്തിന് ശാപമോക്ഷം തന്നത് നീ കാരണമല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ നീ ഒരിടത്തും നവീൻ വേറൊരിടത്തായി ജീവിക്കുന്നേ? നവീന്റെ കൂടെ ജീവിക്കാന്ന് മോളൊരു വാക്ക് പറഞ്ഞാൽ മതി. ഈ നിമിഷം അച്ഛനത് മറ്റുള്ളവരെ അറിയിക്കാം. സിത്താരി ഉൾപ്പെടെ ആരെയും മോള് പേടിക്കൊന്നും വേണ്ട. എന്തു വന്നാലും അച്ഛനും മുത്തശ്ശിയും നോക്കിക്കോളാം. നിങ്ങൾ എന്ത് വന്നാലും എന്റെ കൂടെ നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, എന്റെയും ഗാദിയുടെയും അച്ഛൻ ഒരാളാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ അവളുടെ ജീവിതം ഇല്ലാതാക്കുന്നേ? എല്ലാ ബന്ധങ്ങൾക്കുല്ലേ അതിന്റെ കടപ്പാട്. സ്വന്തം സഹോദരിയോട് അതെനിക്കുണ്ടാവില്ലേ? മോളെ, അച്ഛൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. നവീനും ഗാഥയും തമ്മിലുള്ള ജീവിതം ഒരു കാരണവശാലും മുമ്പോട്ട് പോവില്ല. അവരൊന്നിച്ച് ജീവിച്ചാൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്കത് ആപത്തായിരിക്കും. നാളെ അവരോർത്ത് നമുക്ക് വേദനിക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ പറയുന്നത്, ഒരു ഷോക്ക്, അതിന്റെ വേദന, അതിലെല്ലാം തീരും. നവീനും മോളും സുഖമായിട്ട് ഇവിടെ ജീവിക്കാനും തുടങ്ങും. അച്ഛാ, സങ്കല്പത്തില് കഥകളൊക്കെ മെനയാൻ വലിയ എളുപ്പാ. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. എനിക്ക് ഈ കാര്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ എന്നെ വെറുക്കേണ്ടതല്ലേ? ഇത്രയും കാലം നിങ്ങളെയൊക്കെ പറ്റിച്ചവളല്ലേ ഞാൻ? കളരിക്കൽ കുടുംബത്തിന്റെ ആചാരങ്ങൾ പോലും മോഷ്ടിച്ചെടുക്കുന്നത് പോലെ എടുത്തവളല്ലേ ഞാൻ? എന്നിട്ടും എന്തിനാ വീണ്ടും വീണ്ടും? ഞങ്ങൾ ഇനിയും വിളിക്കും മോളെ. മുത്തശ്ശിക്കോ അച്ഛനും മോളെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എതിര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയാം. ഇനി എന്നെ വിളിക്കരുത്, ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. മോളെ, മുത്തശ്ശിയുടെ അഭിപ്രായം തന്നെയാ എനിക്കും. ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ മോൾക്കും അത് സമ്മതിക്കേണ്ടി വരും. എന്നാ പിന്നെ നേരത്തെ തന്നെ സമ്മതിച്ച് നേരത്തെ ഒരുമിച്ച് ജീവിച്ചൂടെ? എല്ലാം അറിയുന്ന ഗോപാലമാവനാണോ ഈ പറയുന്നേ? നടക്കാൻ മുന്നിലേക്ക് വഴിയുണ്ടോന്ന് ചോദിച്ചന്വേഷിച്ച് നടന്നിരുന്നതാ ഞാൻ. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കിയേ. എവിടെ പോവാനും എവിടെയും ജീവിക്കാനും എനിക്ക് പറ്റും. പക്ഷെ അവിടെയൊക്കെ ശത്രുക്കളുണ്ടെന്ന് മാത്രം. ഇത്രയും കാലത്തെ സമ്പാദ്യം അത് തന്നെ. നമ്മുടെ വഴി വേറെയാ ഗോപാലമാമ. ഇത് നമുക്ക് പറ്റില്ല.